ഈ വർഷം ഒരാഘോഷം വേണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടാവാം എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയത്. അങ്ങനെ കഴിഞ്ഞ ബർത്ത്ഡേ പോലെയല്ല, ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടി ആയിരിക്കുകയാണ്. പിന്നെ 4 മണിക്കൊരു ബ്രൈഡ് ഉണ്ടായിരുന്നു. ബ്രൈഡിനെ ഒരുക്കി തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോൾ ഒരു വലിയ സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഒരു വലിയ മണ്ടത്തരത്തിന് നേരെയായിരുന്നു കേട്ടോ. ആദ്യമേ തന്നെ രോഹു ഡാൻസ് കളിച്ച് നിന്ന് ഞാൻ വരുന്ന സമയത്ത് പോപ്പർ പൊട്ടിക്കാണ്ട് ശ്രീയുടെ മേത്ത് പൊട്ടിച്ചു. രോഹു നാട്ടിൽ വന്നവരെ ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഒരു 10 ദിവസമായിട്ടുള്ള നാട്ടിൽ വന്നിട്ട് എന്നിട്ട് സർപ്രൈസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവരെ കണ്ടപ്പോൾ മുതൽ എനിക്ക് അവസാനം ചിരി വരുവാണ്. അത് മാത്രമല്ല, എനിക്ക് താഴെ വന്നപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് സർപ്രൈസ് തരാൻ ഇവരെന്തോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ചേട്ടാ ഒരു കാര്യമില്ല, എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ അഭിനയിച്ച് തകർത്ത് ഇവിടെ വന്നു. പക്ഷെ ഇവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചിരിച്ച് കളിച്ച് നിന്ന് കേക്കൊക്കെ മുറിച്ച് അപ്പോഴേക്കും ശ്രീ എനിക്ക് കൊണ്ട് ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ. പക്ഷെ ഓൾറെഡി ആ ഗിഫ്റ്റ് പേപ്പർ റൂമിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ആ സർപ്രൈസും കൊളമായി. ഇവർ പ്ലാൻ ചെയ്യ എല്ലാ സർപ്രൈസും കൊളായിട്ടു. പക്ഷെ എന്നാലും അവർ 3 പേരും കൂടി എനിക്ക് വേണ്ടി എഫേർട്ടൊക്കെ എടുത്തത് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വന്നു. പക്ഷേ ഇവരുടെ മുന്നിൽ കരഞ്ഞ് ഞാൻ നാണം കടൽ നിർത്തി ഞാൻ പിടിച്ചു വെച്ചു ഗൈസ്. പക്ഷെ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇത്രയും ഞാൻ ചിരിക്കുന്നത്. ഞങ്ങൾ 3 ആളും കൂടി ഇരുന്നിട്ട് മന്തിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് പിന്നെ ചേട്ടായിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ ബാഗ് എടുത്ത്. അങ്ങനെ രോഗി ചേച്ചീനെയും ചേട്ടയുടെ ബാഗ് 2 ആളുടെയും ബാഗായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ബർത്ത്ഡേ ഇത്രയും സ്പെഷ്യലാക്കി തന്നതിന് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, ലവ് യു.